ഹലോ ഗൈസ്, അതിരടി പടം പോയി കണ്ടു വന്നേക്കുന്നു. അപ്പോൾ ആ സിനിമയിൽ മൊത്തമായിട്ടൊരു തൂക്കിലാണ് തൂക്കിയേക്കണത്. ഇത് സിനിമയിൽ എല്ലാവരും ഉണ്ട് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ മോട്ടിവേഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പിന്നെ റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ട്, ത്രില്ലറായിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള ജോണറിൽ പിടിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും പ്രീതിപ്പിടിപ്പിക്കാൻ ഈ സിനിമയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ കോമഡി ഉണ്ട്, ഡ്രാമയുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷൻ ബേസിലിൻ്റെ ഒക്കെ പ്രധാന കഥാപാത്രം നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ പറയാനുള്ളത് ടൊവിനോ, കതിനക്കുട്ടൻ, അയാളാണ് തൂക്കിയേക്കണത്. മൊത്തം ഷോ തൂക്കിയേക്കണത് ടൊവിനോയാണ്. പിന്നീട് പറയാനുള്ളത് വേറൊരു ക്യാമിയോ ഉണ്ട്. അദ്ദേഹം ഒരു റേസിംഗ് കാർ എടുത്ത് വരും. അദ്ദേഹം വേറൊരു ചെറിയ തൂക്കലാണ് തൂക്കിയെങ്കിലും അത് തൂക്കൽ തന്നെയാണ്. പിന്നീട് പറയാനുള്ളത് ഇതിൽ മേക്കിംഗ് ഒക്കെ പട്ടയെന്ന് പറഞ്ഞ കട്ടിങ്സും പെട്ടയെന്ന് പറയുന്ന കളറിങ് ഒക്കെയാണ് കിടിലൻ മേക്കിങ്. പിന്നെ ഡെലുലു റിയാഷുബു ചെയ്തേക്കുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ സർവമായ കണ്ടയിലുള്ള ക്യൂട്ട്നെസ് അത് വിട്ടുപോയിട്ടില്ല. എന്നാലും അതിനേക്കാളും മേലൊരു സാധനം പിടിച്ചിട്ടില്ല. കറക്റ്റ് മീറ്റർ പിടിച്ചേക്കണതാണ് റിയാഷുബ്. പിന്നീട് പറയാനുള്ളത് ഇതിൽ ഒരുപാട് ഇൻഫ്ലുവൻസർമാർ വന്നുകൊണ്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഒരു ഇൻഫ്ലുവൻസറെ കണ്ടിട്ടുണ്ട്. ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് നാട്ടിൽ ഇൻഫ്ലുവൻസറായിട്ട്. അപ്പോൾ സിനിമ അവസാനത്തെ എൻഡിങ് ഫ്രെയിമായിട്ട് നിർത്തിയേക്കണത് പയ്യൻ അത്ര നാളത്തെ കഷ്ടപ്പെട്ടതിന് ശേഷം അയാളുടെ ലക്ഷ്യം നേടാണ്. മോട്ടിവേഷൻ രീതിയിലാണ്. ചിലവർക്ക് ടോവിനോ ആണ് ഇതിൽ നായകനാണെന്ന് തോന്നാം, മറ്റവർക്ക് ബൈസിലാണെന്ന് തോന്നാം. രണ്ടുപേരുടെ ഭാഗത്തിൽ ക്ലിയറൻസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എല്ലാം കൊണ്ടപ്പം നല്ലൊരു സിനിമയായിരുന്നത്. അതിരടി.